കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകൻ പിടിയിൽ. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് ഗോശ്രീ പാലത്തിന് സമയമുള്ള പൂർവ്വ ഗ്രാൻഡ് ബേ എന്ന ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് സിനിമാ സംവിധായകരടക്കം 3 പേരെ ഞങ്ങൾ കഞ്ചാവുമായിട്ട് പിടികൂടിയിട്ടുണ്ട്. ജാമ്യം കിട്ടുന്ന കേസായാൽ അവരെ വൈദ്യപരിശോധന നടത്തി ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിട്ടിട്ടുള്ളതാണ്. ഇവർക്ക് ആരാണ് സാധനം കൊടുത്തത് സംബന്ധിച്ച് ചെറിയ സൂചന കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങളുണ്ടാകും. എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, സിനിമാ മേഖലയിലെ കഞ്ചാവ് ഉപയോഗത്തിന്റെ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, നമുക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ സിനിമാ മേഖലയിൽ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ കഞ്ചാവ്, ലഹരി എന്ന് പറയുന്നത്. അതിനോട് ഇപ്പോൾ തന്നെ നാളെ ഈ ഒരു കഞ്ചാവ് സിനിമയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു കഞ്ചാവ് കേസിൽ നാളെ ഒരു കോടതിയിൽ ഹാജരാകാൻ 2 നടന്മാരോട് പറഞ്ഞ അതേ സമയത്ത് തന്നെയാണ് ഇന്ന് 2 സംവിധായകന്മാരെ, അതും സിനിമാ മേഖലയിൽ അത്രയും ആളുകൾ അറിയപ്പെടുന്ന 2 സംവിധായകന്മാർ ഈ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്നത്. അതായത് ഖാലിദ് റഹ്മാനും അതുപോലെ തന്നെ അഷ്റഫ് ഹംസ, ഇവർ 2 പേരാണ് ഇന്ന് ഈ ഒരു ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായത്. ഇവരിൽ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. ഈ ഖാലിദ് റഹ്മാൻ ഈ അടുത്ത്, അതായത് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ഇപ്പോഴും വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ സംവിധായകനാണ് ഈ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഷ്റഫ് ഹംസ ആയിക്കോട്ടെ, സുലൈഖ മൻസിൽ, തമാശ അടക്കം അത്രയും നല്ല നല്ല സിനിമകൾ മലയാള സിനിമകൾക്ക് നൽകിയ സംവിധായകന്മാരാണ് ഇവർ 2 പേരും എന്ന് പറയുന്നത്. അപ്പം ഇവരെയാണ് ഇന്ന് രാവിലെ കൊച്ചിയിലൊരു ഫ്ലാറ്റിൽ നിന്നും ഈ ഹൈബ്രിഡ് കഞ്ചാവായി പിടികൂടുന്നത്. ഇതിൽ തന്നെ കുറേ കാര്യങ്ങൾ, അതായത് കുറേ അധികം കാര്യങ്ങൾ ഇതിൽ ചർച്ചയാകാൻ, അല്ലെങ്കിൽ ഇതിൽ വിവരം ലഭിക്കാൻ കുറേ അധികം കാര്യങ്ങളുണ്ട്. എങ്ങനെ ഇവർക്ക് ഈ കഞ്ചാവുകൾ ലഭിച്ചു, ആരാണ് ഇവർക്ക് ഇത് കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ പറ്റി വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സംവിധായകന്മാരോടൊപ്പം തന്നെ ഇവരുടെ ഒരു സുഹൃത്തും പിടിയിലായിട്ടുണ്ട്. അതായത് ഛായാഗ്രഹനായ സമീർ താഹിറിന്റെ ഫ്ലാറ്റിൽ നിന്നാണ്, കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നാണ് മൂവരെയും പിടികൂടുന്നത്. അതിൽ തന്നെ ഈ എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ എക്സൈസ് ഹോട്ടൽ മുറിയിൽ, അത് കൊച്ചിയിലെ പൂർവ ഗ്രാൻഡ് ബേ എന്ന് പറഞ്ഞ ഫ്ലാറ്റിലേക്കാണ് ഇവർ കയറി ചെല്ലുന്നത്. അവിടെ രഹസ്യ വിവരത്തിനെ തുടർന്ന് അവർ കയറി ചെല്ലുകയും അവിടെ നിന്നാണ് രാത്രി 11:30 കൂടിയാണ് ഇവർ ഫ്ലാറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവരെ, അതായത് ഈ ഫ്ലാറ്റിൽ നിന്ന് ഈ സംവിധായകന്മാരെ പിടികൂടുകയും പിന്നെ 2:15 ശേഷം, ആ 2:30 ആ ഒരു സമയത്തിനിടയിലാണ് ഇവരെ ഫ്ലാറ്റിന് താഴേക്ക് കൊണ്ടുവരുന്നതും മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതും ഈ 2:15 ശേഷമാണ്. എന്തായാലും ഈ എക്സൈസ് ഓഫീസർമാർ ഇവരുടെ വൈദ്യ പരിശോധനകളും ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ 3 ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു ലഹരി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തുടർക്കഥയാകുമ്പോൾ, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ലഹരിയുടെ ഒരു കടന്നുവരവ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അത് നടന്മാരിൽ നിന്ന് സംവിധായകരിലേക്കും ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇനി ഇവരുടെ ഇടനിലക്കാർ, അത് ഈ ഒരു കഞ്ചാവ് എങ്ങനെയാണ് ഇവരെ കയ്യിലേക്ക് എത്തുന്നത്, ഇത് ആരാണ് ഇവർക്ക് ഈ ഒരു കഞ്ചാവ് നൽകുന്നത്, ഇത്തരം കാര്യത്തിന്റെ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. അതിൽ ആരാണ് ഇവർക്ക് ഇത് എത്തിച്ചു കൊടുത്തത് എന്നുള്ളതിൽ ചെറിയൊരു സൂചനയുണ്ട് എന്നാണ് ലഭിച്ച വിവരം. എന്തായാലും ഇതിന്റെ തുടരായിട്ടുള്ള, ഇതിന്റെ ഇനിയുള്ള എന്താണ് നടപടികളെന്നും ഇനിയുള്ള അന്വേഷണം എന്തായാലും പുരോഗമിക്കേണ്ടതുണ്ട്. ഇതിൽ കുറെ അധികം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുപോലെ ഈ ഒരു സംവിധായകന്മാരെ പറയുകയാണെങ്കിൽ, ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിങ്കാന ഇപ്പോഴും തിയേറ്ററിൽ നല്ല വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഈ ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്നത്. അതുപോലെ തല്ലുമാല എന്ന് പറയുന്നതും. അപ്പോൾ ആരും വിചാരിക്കാത്ത ഇത്തരം ഒരു സംവിധായകന്മാരും ഈ ഒരു ലഹരിയിൽ ഉണ്ടാകുമെന്നും ആരും വിചാരിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ കാര്യങ്ങളും നടപടികളും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ദീപ്തി.